ദൈവത്തിൻ്റെ റൂഹായേ എന്നെ ശുദ്ധീകരിക്കണമേ. ദൈവത്തിൻ്റെ റൂഹായേ എന്നെ ശുദ്ധീകരിക്കണമേ. യേശുവിൻ്റെ ആത്മാവേ എന്നെ വിശുദ്ധീകരിക്കണമേ. യേശുവിൻ്റെ ആത്മാവേ എന്നെ വിശുദ്ധീകരിക്കണമേ. തിരുരക്തത്താൽ കഴുകണമേ, യേശുവിൻ്റെ രക്തത്താൽ കഴുകണമേ. തിരുരക്തത്താൽ കഴുകണമേ, യേശുവിൻ്റെ രക്തത്താൽ കഴുകണമേ. ബഹുമാനപ്പെട്ട ശ്രേഷ്ഠ വൈദികരെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സെ, ബഹുമാനപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. മർക്കോസിൻ്റെ സുവിശേഷത്തിൽ മൂകമായ ഒരാത്മാവ് ബാധിച്ച ഒരു വ്യക്തിയെ ശിഷ്യന്മാരുടെ അടുക്കിലേക്ക് കൊണ്ടുവന്നു. 9-ാം അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങൾ. ശിഷ്യന്മാരുടെ അടുക്കലേക്ക് ഈ ആത്മാവിനെ കൊണ്ടുവന്നപ്പോൾ, ഈ വ്യക്തിയെ കൊണ്ടുവന്നപ്പോൾ, പ്രിയപ്പെട്ടവരെ, ശിഷ്യന്മാർക്ക് അതിനെ ബന്ധിച്ച് ബഹിഷ്കരിച്ച് കീഴടക്കാനുള്ള ഡെലിവറൻസ് ശക്തി ഉണ്ടായിരുന്നില്ല. ഈ ആത്മാവിനൊരു പ്രത്യേകതയുണ്ട്. ഇത് പിന്തുടർന്ന് അവനെ ഉപദ്രവിക്കുകയായിരുന്നു. അവനെ നിലത്തു തള്ളിയിടുകയും അതുപോലെ തന്നെ അവനെ നിരവധിയായ പീഡനങ്ങൾ കൊടുത്ത് വേദനിപ്പിക്കുക. അത് വെള്ളത്തിലും തീയിലും വീഴിക്കുന്ന ദുഷ്ടാരൂപിയാണ്. മാത്രമല്ല, അവൻ്റെ വായിലൂടെ നുരയും പതയും കടന്നു വരികയും ചെയ്യുമായിരുന്നു. ഇത് കണ്ടപ്പോൾ ശിഷ്യന്മാർക്ക് ഈ ദുഷ്ടാരൂപിയെ ബന്ധിച്ച് ബഹിഷ്കരിക്കാൻ സാധിച്ചില്ല. ഇവനെ കൊണ്ടുവന്ന ജനം ഈശോയോട് പറഞ്ഞു, യേശുവേ, നിന്റെ ശിഷ്യന്മാരെ അടുക്കൽ കൊണ്ടുവന്നിട്ട് ഇതിനെ ബന്ധിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. യേശു ശക്തമായി അവരോട് കോപിച്ചു, ശാസിച്ചു. എന്നിട്ട് ഈശോ പറഞ്ഞൊരു വാക്കാണ് വളരെ പ്രധാനപ്പെട്ടത്. ശിഷ്യന്മാർ പിന്നീട് ഒരു ദിവസം ചോദിച്ചു, എന്തുകൊണ്ടാണ് കർത്താവേ ആ ദുഷ്ടാരൂപി ബാധിച്ച മനുഷ്യനെ രക്ഷിക്കാൻ ഞങ്ങൾക്ക് സാധിക്കാതെ പോയത്? ഉടനെ ഈശോ പറഞ്ഞു, പ്രാർത്ഥനയും ഉപവാസം കൊണ്ടല്ലാതെ മറ്റൊന്നുകൊണ്ടും ഈ വർഗം പുറത്തു പോകുകയില്ല. ഹല്ലേലൂയ! ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ! പ്രാർത്ഥനയും ഉപവാസം കൊണ്ടല്ലാതെ ഈ വർഗം പുറത്തു പോകുകയില്ല. ദൈവം മാനവരാശിക്ക് വലിയ ഒരു താക്കീത് കൊടുക്കുകയാണ്. നിങ്ങൾ മുന്നോട്ട് നീങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതാണെന്ന് അവർക്ക് ബോധ്യം കിട്ടി. ആ സമയത്ത് എന്താ പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥനയും ഉപവാസവും വേണമെന്ന് കർത്താവ് പറയാൻ കാരണം, അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം, ഇസ്രായേൽ മക്കൾ ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് കാനാൻ നാട്ടിലേക്ക് പോകുമ്പോൾ മരുഭൂമിയിൽ അവർക്ക് നേരിട്ട പ്രലോഭനവും ആദി മാതാപിതാക്കൾക്ക് പറുദീസായിൽ നേരിട്ട പ്രലോഭനവും യേശു മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് പറഞ്ഞത്, പ്രാർത്ഥനയും ഉപവാസവും ഇല്ലാത്തവർക്കെല്ലാം പല രീതിയിലുള്ള തകർച്ചകളും കഷ്ടപ്പാടുകളും അസ്വസ്ഥതകളും ഭാരങ്ങളും കടന്നു വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അത് നിങ്ങൾ നേടിയെടുത്തില്ലെങ്കിൽ നിങ്ങൾക്കൊന്നിനെയും കീഴ്പ്പെടുത്താൻ പറ്റുകയില്ല, ഒന്നിൻ്റെ മേലും ആധിപത്യം പുലർത്താനുള്ള ശക്തി കിട്ടുകയില്ലെന്ന് ശിഷ്യന്മാർക്ക് ബോധ്യം കൊടുത്തു. പ്രിയപ്പെട്ടവരെ, യേശു ഉപവസിച്ച് പ്രാർത്ഥിച്ച് എഴുന്നേറ്റ സമയത്ത് പിശാച് 3 പ്രലോഭനങ്ങളുമായിട്ടാണ് യേശുവിനെ തകർക്കാൻ വേണ്ടി ശ്രമിച്ചത്. ആ 3 പ്രലോഭനങ്ങൾ യഥാർത്ഥത്തിൽ വിചിന്തനം ചെയ്യുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റും. പിതാവിനെയും പുത്രനെയും തമ്മിലടിപ്പിക്കാനാണ് ആ സാത്താൻ ആ പ്രലോഭനം അവിടെ കൊണ്ട് നിരത്തിയത്. പിശാചിന്റെ തന്ത്രം എന്ന് പറയുന്നത് ത്രിത്വത്തെ പോലും തമ്മിലടിപ്പിക്കുന്നതാണ്. അവൻ പറഞ്ഞ 3 പ്രലോഭനങ്ങൾ പെട്ടെന്ന് നമുക്കൊന്ന് എടുത്തു നോക്കാം. ഒന്നാമത്തെ പ്രലോഭനം ഇതാ, ഈ കല്ലുകൾ അപ്പമാക്കി മാറ്റണമെന്ന് ഈശോ ശാസിച്ചു. രണ്ടാമത്തെ പ്രലോഭനം, ദൈവമല്ലാത്തതിനെ ആരാധിക്കണം. ഈ കാണുന്നതൊക്കെ നിനക്ക് തരാം, നീ എന്നെ കുമ്പിട്ട് ആരാധിക്കണം, ദൈവമല്ലാത്തതിനെ ആരാധിക്കണം.
സൃഷ്ടാവായ ദൈവത്തിന് പകരം സൃഷ്ടികളെ ആരാധിക്കണമെന്നാണ് പിശാച് പ്രലോഭനം കൊടുക്കുന്നത്. അങ്ങനെ ഒരുപാട് പ്രലോഭനത്തിൽപ്പെട്ടവര് നമ്മുടെ നാട്ടിലുണ്ട്. സൃഷ്ടാവിനെ ആരാധിക്കാതെ സൃഷ്ടികളെ ആരാധിച്ച് മുന്നോട്ട് പോകുന്നവര്. ആ പ്രലോഭനത്തിൽ യേശു അവനെ ചെറുത്തു തോൽപ്പിച്ചു. മൂന്നാമത്തെ പ്രലോഭനം, പിശാച് ആ ടെംപ്റ്റേഷൻ മലയിലേക്ക് യേശുവിനെ കൊണ്ടുപോയിട്ട് പറഞ്ഞത്, ഇവിടെ നിന്ന് എടുത്തു ചാടുക. പിശാചിന്റെ സ്വഭാവമാണ് എടുത്തുചാട്ടം. ഇവിടെ നിന്ന് എടുത്തു ചാടുക, നിന്നെ താങ്ങിക്കൊള്ളുമെന്ന് യേശുവിന് മുന്നറിയിപ്പ് കൊടുത്തു. പ്രിയപ്പെട്ടവരെ, യേശു ഉപവാസത്താലും പ്രാർത്ഥനയാലും നേടിയ ശക്തി കൊണ്ട് അവനെ തകർത്തു. സാത്താനേ, ദൈവമായ കർത്താവിനെ നീ പരീക്ഷിക്കരുത്, ദൂരെ പോവുക എന്ന് അവനെ ശാസിച്ചുകൊണ്ട് അവനെ ആട്ടിയകറ്റി. ഹല്ലേലൂയ! ശബ്ദത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇതാ മരണത്തെയും സാത്താനെയും യേശു ജയിച്ചടക്കിയത് തൻ്റെ ബലിയിലൂടെയാണെങ്കിൽ അത് ഉപവസിച്ച് പ്രാർത്ഥിച്ചൊരുങ്ങി ചെയ്ത ബലിയിലൂടെയാണ്. ആ സാത്താനെ കീഴ്പ്പെടുത്താനും അവന്റെ മേൽ ആധിപത്യം പുലർത്താനും യേശു ക്രിസ്തു തന്റെ സമയം ചെലവഴിച്ചത്. ഹല്ലേലൂയ! ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. പോരാ, അഭിഷേകത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ ഹല്ലേലൂയ. മോശയെ നമുക്കൊന്ന് ശ്രദ്ധിച്ചു നോക്കാം. ഈ മോശ, പ്രിയപ്പെട്ടവരെ, 40 ദിനരാത്രങ്ങൾ പിതാവായ ദൈവത്തിന്റെ കൂടെ ആ മലയിൽ ചെലവഴിച്ചു. പുറപ്പാട് പുസ്തകം 34-ാം അധ്യായം 28-ാം തിരുവചനം. 40 ദിനരാത്രങ്ങൾ അവിടെ ചെലവഴിച്ച് വില കൊടുത്ത് പ്രാർത്ഥിച്ച് ഉപവസിച്ച് ഭക്ഷണമോ പാനീയമോ ഉപയോഗിക്കാതെ അവിടെ കിടന്ന് പ്രാർത്ഥിച്ച സമയത്താണ് ദൈവം തമ്പുരാൻ ഒരു കൽപ്പലക കൊടുത്തത്. പ്രമാണങ്ങൾ ഉള്ള കൽപ്പലക. 10 പ്രമാണങ്ങൾ മോശയ്ക്ക് കിട്ടിയത് വില കൊടുത്ത് പ്രാർത്ഥിച്ച സമയത്താണെന്ന് ഓർക്കണം. എന്നാൽ കൊറിന്തോസുകാരോട് ഇതാ പൗലോസ്ലീഹായുടെ ആത്മാവ് വിളിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട്. മോശയ്ക്ക് കൽപ്പലകകളിലല്ലേ ഇതാ പ്രമാണം എഴുതി കൊടുത്തത്, അത് ഏറ്റുവാങ്ങി മോശ താഴേക്ക് വന്നത്. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, 2 കൊറിന്തോസ് 3-ാം അധ്യായം 3-ാം തിരുവചനം, കൽപ്പലകകളിലല്ല നിങ്ങളുടെ ഹൃദയ ഫലകങ്ങളിലാണ് ഈ പ്രമാണങ്ങൾ ഇനി മുതൽ നിക്ഷേപിക്കപ്പെടുക. മഷി കൊണ്ടല്ല എഴുതപ്പെട്ടിരിക്കുന്നത്, ജീവിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവ് കൊണ്ട് നിങ്ങളുടെ മനസ്സിലും ശരീരത്തിലും ആത്മാവിലുമാണ് ആ പുതിയ പ്രമാണം എഴുതി പിടിപ്പിക്കുന്നത്. ഹല്ലേലൂയ! ദൈവം തമ്പുരാൻ നമ്മളോട് പറയുന്നത്, പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ചെയ്യുന്ന ഏതൊരു വ്യക്തിയുടെയും ഹൃദയത്തിലേക്ക് ദൈവത്തിന്റെ പ്രമാണം എഴുതി ചേർക്കപ്പെടും. ദൈവത്തിന്റെ ശക്തി ഇതാ എന്നേക്കുമായി ആഞ്ഞുവീശും. ബൈബിളില് ഉപവസിച്ചും പ്രാർത്ഥിച്ചും പിശാചിനെ കീഴ്പ്പെടുത്തിയ ഒരു ദേശത്തെ മുഴുവൻ രക്ഷിച്ച അനേകം വ്യക്തികളെ നമുക്ക് തെരഞ്ഞുപിടിച്ച് കണ്ടെത്താൻ പറ്റും. നെഹമ്യാ എന്ന് പറയുന്ന ഒരു പ്രവാചകൻ. പ്രിയപ്പെട്ടവരെ, നെഹമ്യാ 1 മുതൽ 4 വരെയുള്ള തിരുവചനങ്ങൾ. ഇസ്രായേൽ ജനം വിപ്രവാസം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ അവർക്ക് കഷ്ടതയും ക്ലേശവും വർദ്ധിച്ചു. ഇസ്രായേലിന്റെ മതിലുകള്, ജെറുസലേമിന്റെ മതിലുകള് തകർന്നു കിടക്കുന്നത് കണ്ടപ്പോൾ ആ മനുഷ്യൻ നിലത്തിരുന്ന് കരഞ്ഞു. വലിയ വിലാപത്തോടുകൂടി അദ്ദേഹം പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ചെയ്തു. ഒരു ദേശം മുഴുവനെയും അനുഗ്രഹിക്കാൻ അദ്ദേഹത്തിന്റെ ഒരു മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് സാധിച്ചു. ഹല്ലേലൂയ! ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ! പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും ഒരു ദേശത്തിന്റെ പ്രതിനിധിയാണ് നെഹമ്യായെ പോലെ. എങ്ങനെ? പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദേശത്ത് ഒരു പകർച്ചവ്യാധി കടന്നു വരുമ്പോൾ, നമ്മുടെ ദേശത്ത് കൊലപാതകങ്ങൾ വർദ്ധിക്കുമ്പോൾ, നമ്മുടെ ദേശത്ത് വ്യഭിചാരങ്ങൾ വർദ്ധിക്കുമ്പോൾ, നമ്മുടെ ദേശത്ത് ഏതെങ്കിലും വിധത്തിലുള്ള ദുരന്തങ്ങൾ വരുമ്പോൾ നെഹമ്യായെ പോലെ കരയണം, നിലത്തിരിക്കണം, ചാക്കൊടുക്കണം, ചാരം പൂശി കർത്താവിന്റെ മുമ്പിലിരുന്ന് ഉപവസിച്ച് പ്രാർത്ഥിക്കണം. അങ്ങനെ നെഹമ്യാ ഇസ്രായേലിന്റെ ആ വേദനയിൽ നിന്ന് ദൈവത്തിന്റെ കരബലത്താൽ അവരെ രക്ഷിക്കാൻ ഇടയാക്കി മാറ്റി. ഹല്ലേലൂയ! ശക്തിയോടെ പ്രാർത്ഥിച്ചേ ഹല്ലേലൂയ! ദൈവത്തിന്റെ കരബലത്താൽ ഇസ്രായേൽ ജനത്തെ രക്ഷിക്കാൻ നെഹമ്യാ പ്രവാചകനെ ഒരു ഉപകരണമായി ദൈവം തെരഞ്ഞെടുത്തെങ്കിൽ എന്നെയും നിങ്ങളെയും ഇതുപോലൊരു ഉപകരണമാക്കി ദൈവം തമ്പുരാൻ തെരഞ്ഞെടുത്തിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇനി ദാനിയേൽ പ്രവാചകനെ നമുക്കൊന്ന് നോക്കാം.
ദാനിയേൽ പ്രവാചകനോട് ദൈവം തമ്പുരാൻ ഒരു കാര്യം വെളിപ്പെടുത്തി കൊടുത്തു. എന്താ? ഒരു ദർശനം കാണിച്ചു കൊടുത്തു. 10-70 കൊല്ലമായിട്ട് ജെറുസലേമിലേക്ക് വരാൻ പോകുന്ന ഒരു വിപത്ത് ചൂണ്ടിക്കാണിച്ചപ്പോൾ ആ ദാനിയേൽ എന്തു ചെയ്തെന്നറിയാവോ? ദാനിയേലിൻ്റെ പുസ്തകം 3-ാം അധ്യായം 9-ാം അധ്യായം 3 മുതലുള്ള തിരുവചനം എടുത്ത് വായിക്കണം. ഇത് എഴുതി വച്ചിരിക്കുന്നു. അദ്ദേഹവും അവിടെ ഉണ്ടായിരുന്നവരും ഇതാ ചാക്കൊടുത്ത് ചാരം പൂശി നിലത്തിരുന്ന് വിലപിച്ച് കരഞ്ഞു. എന്നിട്ട് ദാനിയേലിൻ്റെ ഒരു പ്രാർത്ഥന നമ്മൾ കേൾക്കണം. 17 മുതലുള്ള തിരുവചനം ദാനിയേൽ പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെയാണ്: കർത്താവേ, ഞങ്ങളും ഞങ്ങളുടെ പിതാക്കന്മാരും തെറ്റ് ചെയ്തു. ആ തെറ്റിൻ്റെ പരിണത ഫലം ഞങ്ങൾ ഇതാ സ്വീകരിക്കുന്നു. ഞങ്ങൾ ഇന്ന് ദേശത്തിന് ഒരു നിന്ദാപാത്രമായി മാറിയിരിക്കുന്നു. കർത്താവേ, അങ്ങ് ഈ ദേശത്തെ കടാക്ഷിക്കണമേ. കർത്താവേ, ഇതാ ഇത് തകർന്നു കിടക്കുന്ന ഈ ആലയത്തെ നീ കാണണമേ. ശൂന്യമായി കിടക്കുന്ന ഈ ആലയത്തിലേക്ക് നിന്റെ കടാക്ഷം തരണമേ. നീ ചെവി ചായിച്ച് ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നിന്റെ കണ്ണുകൾ ഞങ്ങളുടെ മേൽ ഉറപ്പിക്കണമേ. ഒരു വലിയ തീക്ഷ്ണമായ പ്രാർത്ഥന പ്രിയപ്പെട്ടവരെ ദാനിയേൽ കാഴ്ചവെച്ചു. അപ്പോൾ ഇതാ കർത്താവിന്റെ മഹത്വം അവിടെ ഇറങ്ങി വന്നു. ആ ദേശത്തിന് അനുഗ്രഹം കിട്ടി. പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് പറയുന്നു, ഈ പ്രാർത്ഥനയും ഉപവാസവും 2 വൻ ശക്തികളാണ്. ദാവീദിന്റെ കവിണയും കല്ലും പോലെ 2 ശക്തിയാണ്. അത് ഗോലിയാത്തിനെ തകർക്കാനാണ് ദാവീദ് എടുത്ത് പ്രയോഗിച്ചതെങ്കിൽ ആരാണ് ഈ ഗോലിയാത്ത്? ഗോലിയാത്ത് എന്ന് പറയുന്നത് ഒരു വ്യക്തിയല്ല, ഒരു ശക്തിയാണ്. ഹല്ലേലൂയ! ഗോലിയാത്ത് ഒരു വ്യക്തിയല്ല, ഒരു ശക്തിയുടെ പ്രതിനിധിയാണ്. എന്ത് ശക്തി? ആത്മീയ യാത്ര ചെയ്യുന്ന മക്കളെ അതിൽ നിന്ന് തടസ്സപ്പെടുത്തുന്ന ശക്തി. എങ്കിൽ പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് പറയുന്നു, നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ ദേശത്തും അനേകം ഗോലിയാത്തുകളുണ്ട്. ആത്മീയമായി വളരാൻ സമ്മതിക്കാത്ത ഗോലിയാത്തുമാര്. വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചാൽ മതി, പ്രാർത്ഥിക്കാനൊന്നും പോകണ്ട, കുർബാനയ്ക്കൊന്നും പോകണ്ട, കുമ്പസാരത്തിന് പോകണ്ട, അതുപോലെ ധ്യാനങ്ങൾക്ക് പോകണ്ട, കൺവെൻഷന് പോകണ്ട എന്ന് പറയുന്ന ഒരുപാട് ഗോലിയാത്തുമാര് നമ്മുടെ കുടുംബങ്ങളിലുണ്ട്. ആ ഗോലിയാത്തിനെ തകർക്കാനും ആ ഗോലിയാത്തിന്റെ മേൽ ആധിപത്യം പുലർത്താനും ഞാനും നിങ്ങളും പ്രിയപ്പെട്ടവരെ ഒരു കവണയെടുക്കുന്നത് പോലെ ഈ മധ്യസ്ഥ പ്രാർത്ഥനയെ ഏറ്റെടുത്ത് ഉപയോഗിക്കണം. ഹല്ലേലൂയ! ഈ പ്രാർത്ഥനയും ഉപവാസവും 2 ശക്തിയായി നമ്മുടെ ജീവിതത്തിൽ മാറണം. പ്രിയപ്പെട്ടവരെ, മറ്റ് ഉപവാസത്തിന്റെയും പ്രാർത്ഥനയുടെയും ശക്തി അറിയണമെങ്കിൽ എസ്തേറിന്റെ പുസ്തകം എടുത്തു വായിക്കണം. എസ്തേറിനെ എടുത്തു വളർത്തിയത് മൊർദെഖായി എന്ന് പറയുന്ന ഒരു മനുഷ്യനാണ്. ആ മൊർദെഖായി എസ്തേറിനെ എടുത്തു വളർത്തി. എസ്തേർ സൗന്ദര്യവും ശാലീനവതിയുമായതുകൊണ്ട് രാജസന്നിധിയിലേക്ക് സ്വീകരിക്കപ്പെട്ടു. രാജാവിൻ്റെ ഒരു രാജ്ഞിയായി അവൾ അവരോധിക്കപ്പെട്ടു. അപ്പോഴിതാ പെട്ടെന്ന് ഹാമാൻ എന്ന് പറയുന്ന അതൊരു ദുഷ്ടശക്തിയുടെ പ്രതിനിധിയാണ്. ഹാമാൻ ഇസ്രായേൽക്കാരെ നശിപ്പിക്കാനായിട്ട് ഒരു പത്രിക ഉണ്ടാക്കി. ഒറ്റ ദിവസം കൊണ്ട് ഇസ്രായേലിലെ യുവതീവാക്കളെയും കന്യകകളെയും മാതാപിതാക്കളെയും നശിപ്പിക്കാനുള്ള ഒരു രാജകൽപ്പന ഉണ്ടാക്കി, ഒരു കൽപ്പനയുണ്ടാക്കി. അതിൻ്റെ പകർപ്പ് ഒപ്പിട്ട് വാങ്ങിച്ചിട്ട് പ്രിയപ്പെട്ടവരെ 127 പ്രവിശ്യകളിലേക്ക് എന്ന് പറഞ്ഞാൽ ഇന്ത്യ മുതൽ എത്യോപ്യ വരെയുള്ള രാജ്യങ്ങളിൽ പ്രവിശ്യകളിലേക്ക് ഇത് കൊടുത്തുവിട്ടു. ഈ ഹാമാൻ വരുമ്പോഴെല്ലാം രാജാവിന് ഏറ്റവും പ്രീതിപാത്രമായിരുന്നു ഹാമാൻ. ആ ഹാമാൻ വരുമ്പോഴെല്ലാം ജനം മുഴുവനും സാഷ്ടാംഗം വീണുകയും നമിക്കുകയും ചെയ്യുമായിരുന്നു. എന്നാൽ മൊർദെഖായി മാത്രം അവൻ്റെ മുമ്പിൽ അവൻ കടന്നു പോകുമ്പോൾ എഴുന്നേൽക്കുകയോ അവനെ നമിക്കുകയോ ചെയ്തില്ല. ഇതിൽ കുപിതനായ നമ്മുടെ ആ ഹാമാൻ പെട്ടെന്ന് ഈ ശാസനം എല്ലായിടത്തേക്കും എത്തിക്കാനുള്ള ഓർഡർ കൊടുത്തു. അങ്ങനെ എല്ലായിടത്തും എത്തി അത് വായിക്കാനും ഇടയായി മാറി. അങ്ങനെ വായിക്കാനിടയായി മാറിയപ്പോൾ മൊർദെഖായിയുടെ ചെവികളിൽ ഇത് കേട്ടു. മൊർദെഖായി പറഞ്ഞു, ജനത്തെ മുഴുവൻ വിളിച്ചുകൂട്ടി, സൂസായിലുള്ള ജനത്തെ മുഴുവൻ വിളിച്ചുകൂട്ടി, നിങ്ങൾ പെട്ടെന്ന് വന്ന് ഉപവാസം പ്രഖ്യാപിക്കുവിൻ. ആ ജനം മുഴുവനും കരയുകയും നെടുവീർപ്പിടുകയും അലമുറയിടുകയും ചെയ്ത് ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. അവിടെ നിന്ന് ഈ എസ്തേറിൻ്റെ അടുത്തേക്ക് നമ്മുടെ മൊർദെഖായി നിലവിളിച്ചു കൊണ്ടുപോവുകയാണ്. ചാക്കൊടുത്ത് ചാരം പൂശിയാണ് നമ്മുടെ ഈ മൊർദെഖായി രാജസന്നിധിയിലേക്ക് ഓടുന്നത്.
അവളിങ്ങനെ വിളിച്ചു, എസ്തേർ എസ്തേർ എന്ന് വിളിച്ച് അവൾ ഓടിച്ചെന്നപ്പോൾ സ്വരം കേട്ട് വാതിലിലേക്ക് വന്ന് നോക്കിയപ്പോൾ സ്വന്തം സഹോദരനെ പോലെ ജീവിച്ച മൊർദെഖായി വന്നു നിൽക്കുന്നു. മൊർദെഖായിയോട് പറഞ്ഞു, അകത്തേക്ക് പ്രവേശിക്കരുത്, കാരണം സഭ്യമല്ലാത്ത വസ്ത്രം ധരിച്ച് ആ രാജധാനിയിലേക്ക് പ്രവേശിച്ചാൽ അവനെ കൊന്നുകളയണമെന്നുള്ളതാണ് രാജകൽപ്പന. അവിടെ നിൽക്കാൻ പറഞ്ഞു. ഉടനെ ഈ മൊർദെഖായി പറഞ്ഞ വാക്കെന്നാന്നറിയാവോ? എസ്തേർ എസ്തേർ, ഇതാ ഹാമാന്റെ ഉള്ളങ്കാല് പോലും ചുംബിക്കാൻ ഇസ്രായേൽക്കാരെ പ്രതി ഞാൻ തയ്യാറാകുമായിരുന്നു, എന്നാൽ ഞാനത് ചെയ്യാതിരുന്നത് ദൈവത്തിന്റെ മഹത്വം, ഇതാ മനുഷ്യന്റെ മഹത്വം ദൈവത്തിന്റെ മഹത്വത്തെക്കാൾ ഉയർത്തിക്കാട്ടാതിരിക്കുന്നതിന് വേണ്ടിയാണ്. ഞാൻ എൻ്റെ ദൈവമായ കർത്താവിന്റെ മുൻപിലല്ലാതെ മറ്റാരുടെയും മുൻപിൽ ഒരിക്കലും കുമ്പിടുകയോ വണങ്ങുകയോ ചെയ്യുകയില്ലെന്ന് ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് വിളിച്ചു പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, എസ്തേർ എസ്തേർ, ഇതുപോലൊരു സമയത്ത് നീ മൗനം പാലിച്ചാൽ ഇസ്രായേൽ മക്കൾക്ക് രക്ഷയും മോചനവും മറ്റൊരു വഴിയിലൂടെ കടന്നു വരും. എന്നാൽ നീ ഒരു കാര്യം ഓർത്തോളുക, നീ തിന്നു സുഖിച്ച് ജീവിക്കാനല്ല ഈ രാജധാനിയിലേക്ക് വന്നത് എന്ന കാര്യം ഓർത്തുകൊള്ളണം. എന്നിട്ടൊരു താക്കീതും കൂടെ കൊടുത്തിട്ട് പറഞ്ഞു, നീ ഇതുപോലൊരു സമയത്ത് മൗനം പാലിച്ചാൽ ഇസ്രായേലിൻ്റെ നാശം മാത്രമല്ല, നിന്റെ പിതൃഭവനത്തിൻ്റെ നാശം കൂടി നീ കണ്ണുകൊണ്ട് കാണേണ്ടി വരും. ഉടനെ ആ എസ്തേർ അവിടെ വന്നിട്ട് പറഞ്ഞു, മൊർദെഖായി അവിടെ നിൽക്ക്, ഞാൻ ദൂതന്മാരെ അയക്കാം. അയച്ചിട്ട് പറഞ്ഞു, ഭയപ്പെടേണ്ട, ഈ പ്രശ്നം ഞാൻ കൈകാര്യം ചെയ്തോളാം. നീയും നിന്റെ കുടുംബാംഗങ്ങളും നീയും സൂസായിലുള്ള മക്കൾ മുഴുവനും പോയിരുന്ന് ഉപവസിച്ചോ, ഞാനും തോഴിമാരും ഇവിടെ ഇരുന്ന് ഉപവസിക്കാം. പ്രിയപ്പെട്ടവരെ, രണ്ട് സ്ഥലത്തു നിന്ന് മാറി മാറി ഉപവാസത്തിന്റെ ശക്തി കടന്നു ചെന്നു. അത് രാജസന്നിധിയിൽ ഈ പ്രശ്നം അവതരിപ്പിക്കപ്പെട്ടു. എസ്തേർ രാജ്ഞി എന്നിട്ട് പറഞ്ഞു, രാജാവേ, ഞങ്ങളുടെ വംശത്തെ രക്ഷിക്കണം, ഞങ്ങളുടെ വംശത്തെ തകർക്കാൻ വേണ്ടി ഹാമാനിത ഒരു വലിയ രാജകൽപ്പന പുറപ്പെടുവിച്ചിരിക്കുന്നു, അത് അയച്ചു കൊടുത്തിരിക്കുന്നു, ഞങ്ങൾക്കിനി എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പോൾ രാജാവ് ചോദിച്ചു, ആരാണ് ഈ കൽപ്പന പുറപ്പെടുവിക്കുന്നത്? ആരാണ് ഇത് പ്രവിശ്യകളിലേക്ക് അയച്ചത്? ആ ഹാമാൻ എന്ന് പറയുന്ന വ്യക്തിയാണ്. ഉടനെ ആ രാജാവ് പറഞ്ഞു, ഹാമാനെ ഇവിടെ കൊണ്ടുവരിക, ഹാമാനെ ഇവിടെ കൊണ്ടുവരിക. മൊർദെഖായിക്ക് വേണ്ടി ഒരു കഴിവ് മരം ഉണ്ടാക്കി വെച്ചാണ് ഹാമാൻ നോക്കിയിരുന്നത് മൊർദെഖായിയെ തകർക്കാൻ വേണ്ടി. എന്നാൽ രാജാവ് പറഞ്ഞു, എന്നാൽ ആ കഴുമരത്തിൽ ഹാമാനെ കെട്ടിത്തൂക്കി കൊന്നുകളയുക. ഹല്ലേലൂയ, ശക്തിയോടെ ഹല്ലേലൂയ. തകർക്കാൻ വന്നവനെ തിരിച്ച് തകർത്ത ഒരു ശക്തി. പ്രിയപ്പെട്ടവരെ, ഉപവാസത്തിനും പ്രാർത്ഥനയുണ്ടെന്ന് നിങ്ങൾ തിരിച്ചറിയണം. നമുക്കെതിരെ കരമുയർത്തുന്ന, നമുക്കെതിരെ സ്വരമുയർത്തുന്ന വ്യക്തികളോ ശക്തികളോ ആരെങ്കിലും ഉണ്ടായിരിക്കട്ടെ, പക്ഷെ ഉപവസിക്കുക, പ്രാർത്ഥിക്കുക, അവരെ ഭയപ്പെടേണ്ട. എന്നെ വളരെ സ്പർശിച്ച ഒരു വാക്കാണിത്. എസ്തേർ 4:14. ഇതുപോലൊരു സമയത്ത് മൗനം പാലിക്കാൻ പാടില്ല. കാരണം ആഗോള കത്തോലിക്ക സഭ നിരവധി വെല്ലുവിളികളെ നേരിടുന്ന സമയമാണ്. ആഗോള കത്തോലിക്ക സഭ ഇതാ വർഗീയവാദത്തിൻ്റെ ഇരയായി മാറുകയാണ്, പീഡനങ്ങളുടെ ഇരയായി മാറുകയാണ്. അങ്ങനെ വരുന്ന സമയത്ത് ഞാനും നിങ്ങൾ ഉപവസിച്ച് ആ തിന്മയുടെ ശക്തികളെ കെടുത്തിക്കളയണം. ഇതാണ് എസ്തേറിന്റെ പുസ്തകം നമുക്ക് തരുന്ന വലിയ സന്ദേശം. ഹല്ലേലൂയ. വലതുകരവേറ്റ് പറഞ്ഞേ ഹല്ലേലൂയ. അഭിഷേകത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ഓരോ പ്രാർത്ഥനകൾക്കും അതിശക്തമായ സാന്നിധ്യമുണ്ട് പ്രിയപ്പെട്ടവർ. എവിടെയും അത് കർത്താവിൻ്റെ മഹത്വത്തിനായിട്ട് പ്രയോജനപ്പെടും. നിങ്ങളൊരു കാര്യം ഓർക്കണം, ഈ കർത്താവിനെ പിടിച്ചു നിർത്തി അനുഗ്രഹിക്കുന്ന ചില പ്രാർത്ഥനകൾ ബൈബിളിലുണ്ട്. ഞാനതിനെ ഒറ്റമൂലി പ്രാർത്ഥന എന്നാണ് വിളിക്കുന്നത്. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ശരിക്കും രോഗികളുടെ ഒറ്റമൂലി പ്രാർത്ഥന. മാർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 40 മുതലുള്ള തിരുവചനം. ഒരു കുഷ്ഠരോഗി യേശുവിൻ്റെ അടുക്കലേക്ക് കടന്നു വരുന്നു. കുഷ്ഠരോഗം ഇസ്രായേലിൽ ഒരു ശാപം കിട്ടിയ രോഗമായിട്ട് കണക്കാക്കപ്പെടുന്നു. ജനം മുഴുവൻ അവനെ ആട്ടിത്തുപ്പി കാർക്കിച്ച് തുപ്പി ഓടിക്കുകയാണ്. ഇവന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വേദന ഒരു അവഗണനയായിരുന്നു. മനുഷ്യർക്കെന്നെ വേണ്ട, എന്തിനിതുപോലൊരു രോഗം തന്നു ദൈവമെന്ന് 1000 വട്ടം അവൻ്റെ മനസ്സിനോട് അവൻ ചോദിച്ചിട്ടുണ്ടാകും.
അങ്ങനെ ഭാരപ്പെട്ട് വേദനിച്ച് നടക്കുമ്പോൾ ഈശോ കടന്നു പോകുന്നത് അവൻ്റെ ചെവിയിൽപ്പെട്ടു. അവൻ നേരെ കുറ്റിക്കാട്ടിൽ നിന്ന് മറഞ്ഞിരുന്ന അവൻ നേരെ വന്ന് യേശുവിൻ്റെ മുമ്പിൽ മുട്ടുകുത്തി 2 കരങ്ങൾ വിരിച്ചു പിടിച്ചിട്ട് പറഞ്ഞു, കർത്താവേ, കർത്താവേ, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ സാധിക്കും. ഇതാണ് ഒറ്റമൂല്യ പ്രാർത്ഥന. കർത്താവേ, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ സാധിക്കും. യേശു ചോദിച്ചു, എന്ത് മനസ്സുണ്ടെങ്കിലെന്നോ? തൻ്റെ കരുണയുടെ കരം അവൻ്റെ മേൽ നീട്ടി അവനെ സ്പർശിച്ചുകൊണ്ട് യേശു അരുളി ചെയ്തു, എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധി വരട്ടെ. ഹല്ലേലൂയ. എനിക്ക് മനസ്സുണ്ട്, നിന്റെ കടബാധ്യത മാറട്ടെ. എനിക്ക് മനസ്സുണ്ട്, വിവാഹ തടസ്സം മാറട്ടെ. എനിക്ക് മനസ്സുണ്ട്, നിന്റെ കുടുംബ തകർച്ച മാറട്ടെ. എനിക്ക് മനസ്സുണ്ട്, നിനക്ക് മക്കളുണ്ടാകട്ടെ. എനിക്ക് മനസ്സുണ്ട്, നിന്റെ വസ്തുവിൽപ്പന തടസ്സം മാറട്ടെ. ഒരൊറ്റ പ്രാർത്ഥന അവൻ്റെ ജീവിതത്തിൽ മുഴുവനും എന്നെന്നും ഓർക്കാൻ തക്കവണ്ണമുള്ള ഒരു മായാത്ത മുദ്ര പോലെ ജീവിതത്തിൽ തറഞ്ഞു നിന്നു. പ്രൈസ് ദി ലോർഡ്. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നിങ്ങളും ഞാനും ഓർക്കണം, വേദനിച്ച് തകരുമ്പോൾ, രോഗം വന്ന് പീഡകളാൽ വലയുമ്പോൾ, കുടുംബത്തിൽ സ്വസ്ഥതയില്ലാതെ വേദനിക്കുമ്പോൾ ഇതുപോലെ ചെറു പ്രാർത്ഥനകൾ നമ്മളെ ഒരുമിച്ച് നിർത്തും, അനുഗ്രഹിച്ചുയർത്തും. ഞാനിത് പറയുമ്പോൾ ഒരു സംഭവം എൻ്റെ ഓർമ്മയിലേക്ക് കടന്നു വരിക. കർത്താവിനെ പിടിച്ചുലയ്ക്കുന്ന ചില പ്രാർത്ഥനകൾ ചിലരുടെ ജീവിതത്തിലുണ്ട്. അത് കർത്താവ് കൃത്യമായിട്ടും ഉത്തരം നൽകി അനുഗ്രഹിക്കുന്ന പ്രാർത്ഥനകളാണ്. ഒരിക്കലും ഒരു ക്യാൻസർ രോഗിയെ കൊണ്ട് ധ്യാന കേന്ദ്രത്തിലേക്ക് ധ്യാനിക്കാൻ വേണ്ടി വന്നു. വർഷങ്ങളായി അദ്ദേഹം മദ്യപിച്ച് കഞ്ചാവ് വലിച്ച് അങ്ങനെ ക്യാൻസർ രോഗിയായി മാറിയതാണ്. ക്യാൻസർ വന്നതാകട്ടെ ഈ മുഖത്ത്, അതുപോലെ നാവില്, ചുണ്ടിലെല്ലാം ക്യാൻസർ വന്നിട്ട് അവിടെ വ്രണമായി കിടക്കുന്നു. ഒരു തുള്ളി വെള്ളം പോലും ഇറക്കാൻ അദ്ദേഹത്തിന് പറ്റുകയില്ല. അങ്ങനെ ഭാര്യ പറഞ്ഞു, ഇനിയെങ്കിലും നമുക്ക് പോയി ഒരു ധ്യാനം കൂടിയാലോ? അദ്ദേഹം സമ്മതിച്ചു. ധ്യാന കേന്ദ്രത്തിലേക്ക് കടന്നു വന്നു. പ്രിയപ്പെട്ടവരെ, ധ്യാന കേന്ദ്രത്തിലേക്ക് വന്നപ്പോൾ അദ്ദേഹത്തിന് ട്യൂബിട്ടാണ് വെള്ളവും മറ്റു ഭക്ഷണ പദാർത്ഥങ്ങൾ ജ്യൂസ് പോലെ കൊടുത്തുകൊണ്ടിരുന്നത്. 1-ാം ദിവസവും 2-ാം ദിവസവും 3-ാം ദിവസവും ഒന്നും ഒരു മാറ്റവും തൻ്റെ ഭർത്താവിന് കാണുന്നില്ല. ഈ സഹോദരിക്ക് 45 വയസ്സ് പ്രായമുണ്ട്, ഭർത്താവിന് 50 വയസ്സ് പ്രായം. ഒരു ദിവസം ദിവ്യകാരുണ്യം എഴുന്നള്ളിച്ചു വെച്ച് ആരാധന നയിക്കുന്ന സമയത്ത് ആ പെൺകുട്ടി അതിൻ്റെ ഒത്ത നടുക്കേക്ക് വന്ന് 2 കരങ്ങളും വിരിച്ചു പിടിച്ചിട്ട് കർത്താവിനോട് പറഞ്ഞൊരു വാക്കുണ്ട്, കർത്താവേ, ഇത്ര ചെറുപ്പത്തിലേ നീ എന്നെ ഒരു വിധവയാക്കി മാറ്റരുതേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇത്ര ചെറുപ്പത്തിലേ നീ എന്നെ ഒരു വിധവയാക്കി മാറ്റരുതേ. ആ പ്രാർത്ഥന കർത്താവിൻ്റെ ഹൃദയത്തിൽ പതിഞ്ഞു. പ്രിയപ്പെട്ടവരെ, തൽക്ഷണം അദ്ദേഹത്തിലേക്ക് ദിവ്യകാരുണ്യത്തിൽ നിന്ന് ഒരു ശക്തി പ്രവഹിച്ചു. ആ ശക്തി അദ്ദേഹത്തെ വലയം ചെയ്തു. ആ അഭിഷേക നിറവ് അദ്ദേഹത്തെ സുഖപ്പെടുത്തി. പിറ്റേ ദിവസം മുതൽ ഭക്ഷണം കഴിച്ചിട്ടാണ് ധ്യാനകേന്ദ്രം വിട്ടുപോകുന്നത്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു പ്രാർത്ഥന, ആ പ്രാർത്ഥന നയിക്കുന്ന ഒരു വിധവ ബൈബിളിലുണ്ട്. ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 36 മുതലുള്ള തിരുവചനം. ആഷേർ വംശജയും ഫനുവേലിന്റെ പുത്രിയുമായ ഹന്ന എന്ന് പറയുന്ന ഒരു പ്രവാചിക അവിടെ ഉണ്ടായിരുന്നു. അവൾ കന്യകാ പ്രായം മുതൽ ഭർത്താവിനോടൊത്ത് ജീവിച്ചു. 7 വർഷം ജീവിച്ചു. എന്നാൽ 84 വയസ്സായ ഈ വിധവ ദേവാലയം വിട്ടുപോകാതെ പ്രാർത്ഥനയിലും ഉപവാസത്തിലും രാപകൽ മുഴുകിയിരുന്നു. അങ്ങനെ പ്രാർത്ഥനയിലും ഉപവാസത്തിലും ആ വിധവ മുഴുകിയിരുന്നപ്പോ, ഈ വല്യമ്മ മുഴുകിയിരുന്നപ്പോൾ, പ്രിയപ്പെട്ടവരെ, യേശുവിനെ കാണാൻ ആ കണ്ണുകൾക്ക് ശക്തി കിട്ടി. ഹല്ലേലൂയ. നന്നായിട്ട് പറഞ്ഞേ ഹല്ലേലൂയ. പ്രാർത്ഥിച്ച് ഉപവസിച്ച് ശക്തി പ്രാപിച്ച് നിന്നപ്പോഴാണ് ഇതാ ഇസ്രായേലിന്റെ രക്ഷകനായ യേശുവിനെ നേരിൽ കണ്ട് ആ കണ്ണുകളിൽ കുളിർമ പകർന്ന് തിരിച്ചു പോരാൻ ഇടയായി മാറിയത്. പക്ഷെ ആ വിധവയെ ചിന്തിക്കുമ്പോൾ എനിക്ക് 2-3 ബോധ്യങ്ങൾ കർത്താവ് വെളിപ്പെടുത്തി തരികയാണ്. ആരാണ് വിധവ? അവൾ ആദ്യകാലങ്ങളിൽ വിവാഹ ഉടമ്പടിയുമായി ബന്ധപ്പെട്ട് ജീവിച്ചു. വിവാഹ ഉടമ്പടി എന്ന് പറയുന്നത് ഈ ഭൂമിയുമായിട്ട് ചുറ്റിപ്പറ്റി നിൽക്കുന്ന കാര്യമാണ്.
അതല്ലേ ഈശോ പറഞ്ഞത്, സ്വർഗത്തിൽ വിവാഹമോ വിവാഹം കഴിച്ചു കൊടുക്കലോ ഇല്ല. വിവാഹ ഉടമ്പടിയിൽ ഒരു 7 കൊല്ലക്കാലത്തോളം അല്ലെ കുറച്ച് കാലത്തോളം ആ പെൺകുട്ടി മുഴുകിയിരുന്നു. എന്നാൽ അവൾ ആ വിവാഹ ഉടമ്പടി ബന്ധം മുറിഞ്ഞ് ഭർത്താവ് മരിച്ചു പോയതിന് ശേഷം ആ വിധവ പിന്നീട് സ്വർഗവുമായിട്ട് ഒരു ഉടമ്പടി ബന്ധം, ദൈവവുമായിട്ട് ഒരു ഉടമ്പടി ബന്ധം വെച്ചു. ആ ഉടമ്പടി ബന്ധം നിത്യമായ ഉടമ്പടി ബന്ധമായിരുന്നു. ഈ വിധവ ആരാണെന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ ഞാൻ പറയാം, ആത്മാവിൻ്റെ ഊഷ്മാവ് സ്വന്തമാക്കിയ വിധവ. അവൾ ആൽഫയിൽ നിന്ന് ഒമേഗയിലേക്ക് വളർന്ന ഒരു സ്ത്രീയാണ്. പ്രൈസ് ദി ലോർഡ്. ഈശോ പറഞ്ഞു, ഞാൻ ആദിയും അന്തവുമാണ്, ഞാൻ ഒന്നാമനും ഒടുവിലത്തവനുമാണ്, ഞാൻ ആൽഫയും ഒമേഗയുമാണ്. ഈ വിധവ നിരവധി വേദനകൾ കൊണ്ട് പുളയുകയല്ല ചെയ്തത്. എനിക്കാരുമില്ല, എന്നെ ആർക്കും വേണ്ട, എല്ലാവരും എന്നെ തള്ളിക്കളഞ്ഞു, എനിക്കിവിടെ ഒരു വിലയുമില്ല, എല്ലാവരുടെയും മുമ്പിൽ ഞാൻ ഒരു അധികപ്പറ്റാണ്, ഞാൻ രോഗിയാണ്, എന്നെ പരിഗണിക്കാൻ ആരുമില്ല എന്ന് പറഞ്ഞ് ആ വിധവ വേദനിച്ച് കഴിയുകയല്ല. അങ്ങനെ ഒരുപാട് വിധവകൾ വേദനിച്ച് കഴിയുന്നുണ്ടെങ്കിൽ ഈ ഭാഗമെടുത്ത് വായിച്ച് ശക്തി സംഭരിക്കണം, ഉപവസിക്കണം, പ്രാർത്ഥിക്കണം. ആ വിധവകൾക്ക് ദൈവത്തിന്റെ ശക്തി പകർന്നു കിട്ടും. ഹല്ലേലൂയ.